ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷിൻ്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റർ ഐ വരുന്ന 10 വാക്കുകളാണ്. അത് സ്പെല്ലിംഗ് കാണാതെ പഠിച്ച് 4 ലൈൻ കോപ്പിയിൽ എഴുതി പഠിക്കുമല്ലോ. അതിൻ്റെ തന്നെ കേഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ കൂടി പരിചയപ്പെടുത്തുന്നതാണ്. നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 വാക്കുകളാണ്. ഇൻസ്ട്രുമെന്റ്, ഐസ്, ഇങ്ക്, ഐലൻഡ്, ഇൻഫാന്റ്, ഇൽ, ഇൻജെക്ഷൻ, ഇൻവിറ്റേഷൻ, ഇന്ത്യ ആൻഡ് ഐക്കൺ. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഉപകരണമാണ്. ഐസ് നമ്മൾ തിന്നാറുണ്ട്. ഇങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന മഷി. ഐലൻഡ് എന്ന് പറഞ്ഞാൽ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിനെയാണ് പറയുന്നത്. ഇൻഫാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി. ഇൽ എന്ന് പറഞ്ഞാൽ അസുഖം. ഇൻജെക്ഷൻ ആശുപത്രിയിൽ പോയാൽ നമുക്ക് തരുന്നത്. ഇൻവിറ്റേഷൻ ക്ഷണം. ഇൻവിറ്റേഷൻ ക്ഷണം. ഇന്ത്യ നമ്മുടെ രാജ്യം. ഐക്കൺ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇമേജിന് പറയുന്ന പേര്, ചിത്രത്തിന് പറയുന്ന പേര്. ഐക്കൺ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 10 വാക്കുകളുടെയും സ്പെല്ലിങ്ങും അതിൻ്റെ കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈലും കാണാതെ തന്നെ പഠിക്കണേ. ഇത് കാര്യമായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഈ 2 അക്ഷരങ്ങൾ കൊണ്ടാണ്. ഈ ഐ എന്ന ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഐ എന്ന് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടാണ്. ഇൻസ്ട്രുമെന്റ്, ഐസ്. ഇവിടെ ഈ, ഇവിടെ ഐ. ഇൻസ്ട്രുമെന്റ്, ഐസ്. ഇനി നമുക്കിത് എഴുതുന്ന രീതി പരിചയപ്പെടാം. ഇന്ത്യ. I N D I A. ഇന്ത്യ, our country, നമ്മുടെ രാജ്യം. ഇന്ത്യ. INDIA. Ice. 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 Next word, ink. 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 Next word, icon. Icon. Next word, ill. Ill. Next word, island. 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 Next word, infant. 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 Island. ദ്വീപ്. ISLANT. Island. Icon. Ill. അസുഖം. സ്മോൾ ലെറ്ററിൽ നമ്മൾ എഴുതുമ്പോൾ വളരെ എളുപ്പമാണ് ഐ ഉപയോഗിക്കാൻ. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുക. അപ്പോഴാണ് നമ്മൾ ഐനെ തിരിച്ചറിയുക. അടുത്തത് 3 വലിയ വേർഡ്സുകളാണ്. ഇൻസ്ട്രുമെന്റ്, ഇൻവിറ്റേഷൻ, ഇൻജെക്ഷൻ. നോക്കാം. ഇൻജെക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. INJECTION. ഇൻജെക്ഷൻ. അടുത്തത് ഇൻസ്ട്രുമെന്റ്, ഉപകരണം. INS. Instrument. ഉപകരണം. ഇൻജെക്ഷൻ, ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് വേർഡ്, ഇൻവിറ്റേഷൻ. INVITATION. ഇൻവിറ്റേഷൻ. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഐ എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷനും
അത് എഴുതുന്ന രീതിയും അതിൻ്റെ കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈലും പഠിച്ചു കഴിഞ്ഞു. 17 ലെറ്ററാണ് ഇനി ബാക്കി കിടക്കുന്നത്. 9 ലെറ്റർ വെച്ച് നമ്മളിപ്പോൾ 90ഓളം വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 17 ലെറ്ററാണ് ഉള്ളത്, 170 വാക്കുകളും. നമ്മൾ 26 ലെറ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും 260ഓളം വാക്കുകളാണ് പഠിക്കുന്നത്. അത്രയും വാക്കുകൾ പോരല്ലോ, നമുക്ക് ആ ഭാഷ പറയണമെങ്കിൽ ധാരാളം വാക്കുകൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ആശയവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് പിന്നീട് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് ഗ്രാമറിലേക്ക് കടക്കുന്നത്. ഗ്രാമർ മുഴുവനായും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭാഷ പറയാനുള്ള ഒരു ശേഷി കൂടി ലഭിക്കുന്നു. പിന്നീട് പറയുന്നതിനുള്ള പ്രാക്ടീസും പറച്ചിലുകളുമാണ്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.